നീലിമ, എന്നാണ് ഈ ഫിഷറീസ് വകുപ്പ് ഇത്രത്തോളം പ്രാധാന്യമുള്ളതും ഇത്രത്തോളം ഈ സമയത്ത് മാത്രമാണ്? ഫിഷറീസിന് വേണ്ടി ഇത്ര വലിയ കടുംപിടുത്തം നടന്നിട്ടുള്ളത് ഈ സമയത്താണ്. ഞാൻ പറയുന്നത് അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ അതിന്റെ പിന്നിൽ മനുഷ്യക്കടത്തോ അല്ലെങ്കിൽ തീവ്രവാദമോ എന്നുള്ളതല്ല. അതായത് ഈ മന്ത്രിസഭാ രൂപീകരണത്തിന് തൊട്ട് മുൻപ് കോൺഗ്രസിലെ ഒരു വിഭാഗം ഒരു ആവശ്യം മുന്നോട്ട് വെച്ചു: വിദ്യാഭ്യാസ വകുപ്പ് ലീഗിന് കൊടുക്കരുത്. അതിന്റെ കാരണം എന്താ? കഴിഞ്ഞ UDF വരുന്ന കഴിഞ്ഞ ഒരു 4-5 ടൈം ലീഗാണ് വിദ്യാഭ്യാസം കൈകാര്യം ചെയ്തത്. വിദ്യാഭ്യാസ വകുപ്പ് അതുപോലൊരു മത പാർട്ടി കൈകാര്യം ചെയ്യുന്നത് ശരിയല്ല, അത് മതേതരത്വത്തിന് എതിരാണ് എന്ന തരത്തിലുള്ള ഒരു വന്നു. അതിൻ്റെ പിന്നിൽ ഞാൻ പറയാം, ക്രൈസ്തവ സഭകളുടെ സമ്മർദ്ദമുണ്ട്. കാരണം ഈ വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്യുമ്പോൾ എയ്ഡഡ് സ്കൂളുകൾക്ക് ഉള്ള വിഷയം, അവിടെയുള്ള നിയമനം, അതിൻ്റെ പെൻഡിങ്, എത്രയോ വർഷങ്ങളായിട്ടുള്ള പെൻഡിങ്, ഇതെല്ലാം വിഷയമുണ്ട്. സ്വാഭാവികമായിട്ടും SNDP പുതിയ സ്കൂള്, പുതിയ ബാച്ച്, പുതിയ അംഗീകാരങ്ങൾ, SNDPക്ക് NSSനും താല്പര്യമുണ്ട്. ഇത് കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ടുള്ള ആവശ്യമാണ്. അതുകൊണ്ട് ഒരു കാര്യം തീരുമാനിച്ചു: ലീഗിൽ നിന്ന് വിദ്യാഭ്യാസം ഏറ്റെടുക്കുക. ലീഗിനും കുഴപ്പമില്ല, വിദ്യാഭ്യാസത്തിന് പകരം ട്രേഡ് ചെയ്യാനുള്ളതാണോ ഫിഷറീസ്? അല്ല, ഞാൻ പറഞ്ഞത് കോൺഗ്രസ് ആവശ്യപ്പെട്ടു. അവിടെ ലീഗ് മുന്നോട്ട് വെച്ച ഒരു ഡിമാൻഡാണിത്. എങ്കിൽ ഫിഷറീസ് തരണോ എന്നുള്ളത്. വിദ്യാഭ്യാസം തരാം, ഫിഷറീസ് തരും. ഇപ്പൊ കോൺഗ്രസ് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല, ഫിഷറീസ് കൊടുക്കാൻ പറ്റില്ല, നിങ്ങൾ മറ്റെന്തെങ്കിലും പറയൂ. ഒരിക്കലും ഫിഷറീസിന് ഇപ്പോൾ ഞാൻ അറിയുന്നതനുസരിച്ചാണെങ്കിൽ CP ജോണുമായി സംസാരിച്ചു. CP ജോണിന് ഫിഷറീസ് വകുപ്പ് കൊടുക്കാൻ തീരുമാനിച്ചു. ഇത് കോൺഗ്രസ് നമ്മൾ ഈ ചർച്ച ചെയ്യുമ്പോൾ യാഥാർത്ഥ്യമായിട്ട് പൊരുത്തോട് ചർച്ച ചെയ്യണ്ടേ? ഈ പറയുന്ന പോലെ ഫിഷറീസ് ലത്തീൻ സഭയുടെ ചോദ്യവും ശരിയാണ്. കാരണം ഏറ്റവും കൂടുതൽ മത്സ്യത്തൊഴിലാളികൾ ഉള്ളത് ലത്തീൻ സഭയുടെ കീഴിലാണ്. കാലാകാലങ്ങളായി അവരല്ലെങ്കിൽ അവരുമായി അടുത്ത് നിൽക്കുന്ന ആൾക്കാരാണ് ഫിഷറീസ് വകുപ്പ്. രഞ്ജിത്ത്, അങ്ങനെയെങ്കിൽ ഇന്നലെ യൂജിൻ പെരേര ഈ വാക്കുകളൊന്നും പറയില്ലല്ലോ. ചില അന്തർനാടകങ്ങൾ, ചില കാര്യങ്ങൾക്ക് വേണ്ടി ഈ മന്ത്രിസഭാ രൂപീകരണത്തിൽ ചില അന്തർനാടകങ്ങളൊക്കെ നടന്നു. അത്തരത്തിലൊരു പോസിറ്റീവായ ഒരു അംശം മുഖ്യമന്ത്രിയുമായുള്ള ചർച്ചയിൽ അവർക്ക് ലഭിച്ചിരുന്നെങ്കിൽ അവർ ഈ നിലപാടെടുക്കുമായിരുന്നു. ശക്തനെ മന്ത്രിയാക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. വേറെ ചിലർക്ക് ചാണ്ടിയുമ്മനെ മന്ത്രിയാക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. വേറെ ചില സഭക്കാർക്ക് മാത്യു കുഴൽനാടനെ മന്ത്രിയാക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ഇവരെല്ലാം അവരുടെ ആ ഒരു വേദന പറഞ്ഞുകൊണ്ടേയിരിക്കും. ഇത് ഒരു മന്ത്രിസഭ എന്ന് പറയുന്നത് 21 അംഗങ്ങളെ ഉൾക്കൊള്ളാൻ പറ്റൂ. അപ്പൊ നമുക്ക് എത്ര പേരെ ഉൾക്കൊള്ളാൻ പറ്റും? ഈ പറയുന്നവരെ മുഴുവൻ കേരളത്തിൽ മന്ത്രിയാക്കാൻ പറ്റുമോ?